Welcome to the first class of second year accountancy, second chapter, Accounting for Partnership, Basic Concepts. എല്ലാവർക്കും രണ്ടാം വർഷ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ പാഠമായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് പാർട്ട്ണർഷിപ്പ്? കഴിഞ്ഞ വർഷം +1 ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചതാണ് പാർട്ട്ണർഷിപ്പിനെ പറ്റി. ഇപ്പൊ നമ്മളതിന്റെ ഓർമ്മ പുതുക്കുന്നു. എന്താണ് പാർട്ട്ണർഷിപ്പ്? യെസ്, രണ്ടോ അതിലധികം വ്യക്തികൾ ഒന്നിച്ചു ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുകയും അതിന്റെ ലാഭവും നഷ്ടവും പങ്കിടാൻ അവര് തീരുമാനിക്കുകയും ചെയ്താൽ അവരെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. ആ രൂപത്തെ, ആ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കും. Two or more persons join hands to start a business and share its profits and losses. They are said to be in partnership. എന്തിനാണ് പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യം? എന്തിനാണ് പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് ആരംഭിച്ചാൽ പോലെ ഒരു ബിസിനസ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഇല്ലാത്ത ചില അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്, പാർട്ട്ണർഷിപ്പിനുണ്ട്. അതുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത്. എന്താ? കൂടുതൽ ക്യാപിറ്റൽ. കാരണം എന്താണ്? ഒന്നിലധികം വ്യക്തികൾ ഓണേഴ്സ് ആയിട്ട് വരുന്നു, കൂടുതൽ ക്യാപിറ്റൽ ലഭിക്കുന്നു, കൂടുതൽ വിഭവങ്ങൾ ലഭിക്കുന്നു, കൂടുതൽ ആൾക്കാരെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നു, അതുപോലെ റിസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാര് ലഭിക്കുന്നു. സോ വൈ partnership? When more capital and people are needed to manage the business, to share the risk, then partnership is needed. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഡെഫിനേഷൻ, പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനേഷൻ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കാം. Section 4 of the Indian Partnership Act 1932 defines partnership as the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. The relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. ആ ഡെഫിനേഷൻ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ആ ഡെഫിനേഷനിൽ ചില വേർഡ്സ് നമ്മൾ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ കളർ മാറ്റി കൊടുത്ത വേർഡ്സ് മാത്രം നമുക്കൊന്ന് വായിക്കാം. പേഴ്സൺസ്, agreed, share the profits, business, any of them acting for all. ഇത് നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ ആവശ്യമാണ്, അത് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷനാണ്, ബന്ധമാണ്, അല്ലെ? ആര് തമ്മിലുള്ള ബന്ധം? ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. എന്താണ് വ്യക്തികളുടെ പ്രത്യേകത? who have agreed to share the profits of a business. അവരെന്തിന് സമ്മതിച്ചിട്ടുണ്ട്? എന്തിന് ധാരണയായിട്ടുണ്ട്? എന്തിന് എഗ്രി ചെയ്തിട്ടുണ്ട്? ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് ഉണ്ടാകുന്ന ലാഭം, അതോടൊപ്പം നഷ്ടവും, അത് ഷെയർ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുള്ള വ്യക്തികൾ. ആ ബിസിനസിന്റെ പ്രത്യേകത എന്താണ്? ബിസിനസ് carried on by all or any of them acting for all. ആ ബിസിനസ് ഒന്നുകിൽ ആ പാർട്ട്ണർഷിപ്പിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് നടത്താം, അല്ലെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി അതിലെ
ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ചില ആൾക്കാർ മാത്രം ചേർന്ന് നടത്താം. ആ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ, ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ എല്ലാവർക്കും പങ്കെടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ചില ആൾക്കാർ ചെയ്താലും മതി. അതാണ് carried on by all, business carried on by all or any of them acting for all എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 3 സുഹൃത്തുക്കൾ ചേർന്നൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കും. ആന്റണി, ബഷീർ, ചന്ദ്രൻ, 3 സുഹൃത്തുക്കൾ. അപ്പൊ അവര് എന്താ തീരുമാനിച്ച, അവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് പ്രകാരം ആന്റണിയും ബഷീറും ചന്ദ്രനും എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ആ ഒരു ബിസിനസ് ചെയ്യാനും അതിന്റെ ലാഭം ഷെയർ ചെയ്യാനും തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കും, അതൊരു പാർട്ട്ണർഷിപ്പ്. അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കും. ആന്റണിയും ബഷീറും ചന്ദ്രനും, ആ 3 പേര് ആരാണ്? പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലെ അംഗങ്ങളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട്, ഓരോരുത്തരെയും വ്യക്തിപരമായി എന്ന് വിളിക്കും? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. The persons who have entered into partnership with one another are individually called partners and collectively called firm. ഒരു ക്ലാസ് സ്റ്റുഡൻസും പോലെ അല്ലേ? ഒരു ക്ലാസ്സിലെ ഓരോ അംഗത്തെ നമ്മൾ വിളിക്കുന്നത് സ്റ്റുഡന്റ് എന്നാണ്. അതേസമയം ആ സ്റ്റുഡൻസിനെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഒരു ക്ലാസ് എന്ന് പറയും, അല്ലെ? ഒരു ക്ലാസ് എന്ന് വിളിക്കും, അല്ലെ? എന്ന് പറയുന്ന പോലെ ഇവിടെ ആന്റണി, ബഷീർ, ചന്ദ്രൻ ഇവർ 3 പേര് പാർട്ട്നേഴ്സ് എന്നും അവരെ ഒന്നിച്ച് ചേർത്ത് ഫേം എന്ന് പറയും. ഓക്കെ, the name under which the business is carried is called firm name. അവര് ബിസിനസ് ചെയ്യാൻ വേണ്ടി ആ ഫേമിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫേം നെയിം. ഇപ്പൊ അവര് ABC അല്ലെ, ആദ്യത്തെ അക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ ആന്റണി, ബഷീർ ആൻഡ് ചന്ദ്രൻ, ABC അസോസിയേറ്റ്സ് എന്നൊരു പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ആ പേരിലാണ് ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ വിളിക്കും ഫേം നെയിം. ഓക്കെ, എന്നാൽ പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് കാണുന്നത്. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സവിശേഷതകൾ എന്താണ്? ആ പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് നമുക്കറിയാമെങ്കിൽ അതിൽ തന്നെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. ചില വാക്കുകൾ നമ്മൾ കളർ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ സ്ക്രീനിൽ. അതിലെന്തൊക്കെയാണ്? പേഴ്സൺസ്, അതാണ് ഇവിടെ ഒന്നാമത്തെ ഫീച്ചർ. 2 or more persons. എത്ര പേര് വേണം? മിനിമം എത്ര പേര് വേണം ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിക്കാൻ? മിനിമം ചുരുങ്ങിയത് 2 പേര് വേണം അല്ലെ? 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും അല്ലെ? ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. ഇന്ത്യയിൽ പാർട്ട്നേഴ്സിന്റെ എണ്ണം, പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന്റെ എണ്ണം, അതിന് പരിധി നിശ്ചയിക്കുന്നത്, എത്ര പാർട്ട്നേഴ്സ് വരെ ആകാമെന്ന് മാക്സിമം ലിമിറ്റ് നിശ്ചയിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ല, ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഫേമിൽ പരമാവധി 100 പേരെ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ലിമിറ്റ് സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിക്കാം. 100 വേണോ, അതിൽ താഴെ മതിയോ എന്ന് സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിക്കാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരം, ഇപ്പോഴത്തെ റൂൾ പ്രകാരം ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 50. ഓക്കെ, പരമാവധി അംഗങ്ങളുടെ എണ്ണം 50, മിനിമം 2 members and maximum 50 members are present condition. A minimum of 2 persons are required to form a partnership. The maximum number of partners is 50, prescribed by the central government, even though the maximum limit by the Companies Act is 100. 100 വരെ പരമാവധി കമ്പനീസ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പിൽ പരമാവധി 100 അംഗങ്ങളാകാമെങ്കിലും ആ പരമാവധി അംഗങ്ങളുടെ എണ്ണം 50 സെൻട്രൽ ഗവൺമെന്റ് നിജപ്പെടുത്തിയിരിക്കുന്നു, ലിമിറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ സവിശേഷത എഗ്രിമെന്റ്. എഗ്രിമെന്റ് പറയുന്ന ഒരു കരാർ, ഒരു ധാരണ അല്ലേ? അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്
എന്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കരാറിന്റെ, ഒരു എഗ്രിമെന്റിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ആ എഗ്രിമെന്റിന് നമുക്ക് പറയാം, എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പിന്റെ അടിസ്ഥാനം. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പിന്റെ ബേസിസ്, അടിസ്ഥാനം. ആ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് രീതിയിലുള്ള എഗ്രിമെന്റ് ആണുള്ളത്, അല്ലെ? ഒന്നുകിൽ വാക്കാലുള്ള കരാർ, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ കരാർ. വാക്കാലുള്ള കരാറിനെ നമ്മൾ വിളിക്കും ഓറൽ എഗ്രിമെന്റ്. എഴുതി തയ്യാറാക്കുന്ന, ഇതിലെ പേപ്പറിലൊക്കെ എഴുതി തയ്യാറാക്കുന്ന കരാറിനെ നമ്മൾ വിളിക്കും റിട്ടൺ എഗ്രിമെന്റ്. എഗ്രിമെന്റ് ക്യാൻ ബി ഐദർ ഓറൽ ഓർ റിട്ടൺ. എഴുതി തയ്യാറാക്കുന്ന നിർബന്ധമൊന്നുമില്ല. ആന്റണിയും ബഷീറും ചന്ദ്രനും തമ്മിൽ എന്തുണ്ടായി? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റിൽ അവർ തമ്മിൽ പറഞ്ഞ ധാരണയായാൽ മതി, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി തയ്യാറാക്കുകയും ചെയ്യാം. ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ ഈ മൂന്ന് പേർക്കും ഏറ്റവും ഉചിതമായതായിരിക്കും ഏത് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതാണ്? വാക്കാൽ പറയുന്നതാണോ? വാക്കാൽ പറഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോയിരിക്കും, അല്ലെ? പിന്നെ തർക്കങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ പാർട്ട്നേഴ്സിന് ഏറ്റവും നല്ലത് റിട്ടൺ എഗ്രിമെന്റ്, എഴുതി തയ്യാറാക്കുന്ന എഗ്രിമെന്റ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, റിട്ടൺ എഗ്രിമെന്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ്. ഭാവിയിൽ ഉണ്ടാകുന്ന ആ വഴക്കുകൾ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ റിട്ടൺ എഗ്രിമെന്റ് ആണ് ഉചിതം. പക്ഷെ നിർബന്ധമില്ല, കമ്പൽസറി അല്ല. പക്ഷെ അതാണ് നല്ലത് എന്ന് നമ്മളിവിടെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഓർത്തിരിക്കാനായിട്ട് ആ ഡെഫിനേഷൻ നമ്മൾ മൂന്നാമത് കളർ കൊടുത്തിരുന്ന വാക്ക് ഏതാണ്? ബിസിനസ്, അല്ലേ? മറ്റൊരു വാക്ക് ബിസിനസ്, അതാണ് മറ്റൊരു ഫീച്ചർ. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ എന്തിനു വേണ്ടിയാണ് ഒന്നിച്ചു ചേരുന്നത്? ഒരു ബിസിനസ് നടത്താനായിരിക്കണം. ഒരു ലോഫുൾ ആയിട്ടുള്ള, നിയമാനുസൃതമായിട്ടുള്ള ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ഒന്നിച്ചു ചേർന്നെങ്കിൽ അവരെ ഈ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്നേഴ്സ് എന്ന് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ദ എഗ്രിമെന്റ് മസ്റ്റ് ബി ഫോർ ക്യാരിയിങ് ഓൺ സം ലോഫുൾ ബിസിനസ്. ബിസിനസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ബിസിനസിന്റെ നടത്തിപ്പിന് വേണ്ടി രണ്ടോ അതിലധികം വ്യക്തികൾ ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ രണ്ടായി മാറുന്നുള്ളൂ, പാർട്ട്ണർഷിപ്പായി മാറുന്നുള്ളൂ. ഇപ്പോ നമ്മുടെ ആന്റണി, അതുപോലെ ബഷീറും ചന്ദനും, അവരെ 3 പേരും കൂടെ ചേർന്ന് ഒരു സ്ഥലം വാങ്ങി വിചാരിക്കുക, ഒരു പ്രോപ്പർട്ടി വാങ്ങി, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി. ഓക്കെ, അതുകൊണ്ട് മാത്രം അവരെ എന്ത് വിളിക്കില്ല? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം സാധിക്കില്ല. അതേസമയം അവരുടെ ബിസിനസ് ആണെന്ന് വിചാരിക്കുക. വീട് വാങ്ങുന്നു, അവരെല്ലാം കൂടെ പണം മുടക്കി വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നു, അത് വിൽക്കുന്നു, വീണ്ടും വിൽപ്പനയിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയതിനു ശേഷം വീണ്ടും വേറൊരു സ്ഥലം വാങ്ങുന്നു. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അതെന്താണ്? അത് ബിസിനസ്സാണ്. ഏതെങ്കിലും അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഒന്നിച്ചു ചേരുന്നതെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി അവര് ജോയിൻ എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അതാണ് അവർ പറയുന്നത്, മിയർ കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി വിൽ നോട്ട് ബിക്കം പാർട്ട്ണർഷിപ്പ്. പ്രോപ്പർട്ടി ഒന്നിച്ചൊരു പ്രോപ്പർട്ടി വാങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് അത് പാർട്ട്ണർഷിപ്പ് ആകണമെന്ന് ഇല്ല. പാർട്ട്ണർഷിപ്പിന്റെ 4ാമത്തെ സവിശേഷത എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡെഫിനേഷനിൽ ഒരു ഭാഗം കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതാണ് ഇവിടുത്തെ 4ാമത്തെ സവിശേഷത, മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ്. ഓരോ പാർട്ട്ണറും തമ്മിൽ ഉള്ള ബന്ധമാണ് മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ്. അപ്പോൾ മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരേ സമയം ഓരോ പാർട്ട്ണറും മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ ഏജൻറ്റുമാണ്, അതോടൊപ്പം പ്രിൻസിപ്പലുമാണ്. എന്താണ് ഏജൻസി എന്ന് പറഞ്ഞാൽ? മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നയാളാണ് ഏജൻറ്റ്, അല്ലേ? അപ്പോൾ മറ്റേ വ്യക്തിയെ നമ്മൾ വിളിക്കും പ്രിൻസിപ്പലും ഏജൻറ്റും. അതേ ബന്ധം തന്നെയാണ് ഓരോ പാർട്ട്ണർക്കും പരസ്പരമുള്ളത്. ഒരേ സമയം ഓരോ പാർട്ട്ണറും മറ്റുള്ളവരുടെ ഏജൻറ്റുമാണ്, അവരുടെ പ്രിൻസിപ്പലുമാണ്. എന്നാൽ
എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഓരോ പാർട്ട്ണറും ഫേമിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാക്കിയുള്ള പാർട്ട്നേഴ്സും ഉത്തരവാദികളായി മാറും. അതാണ് ഇതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ആൻ്റണി എന്ന് പറയുന്ന പാർട്ട്ണർ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ നിന്ന് 1,00,000 രൂപ കടം വാങ്ങിയാൽ, ഓക്കെ, ആ കടം വീട്ടാനുള്ള ഉത്തരവാദിത്വം ആൻ്റണിക്ക് മാത്രമല്ല എല്ലാ പാർട്ട്നേഴ്സിനുമുണ്ട്. കാരണം എന്താ? അത് ആൻ്റണി ചെയ്തത് ആൻ്റണിക്ക് വേണ്ടിയാണോ? അല്ല, എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടി അല്ലെങ്കിൽ ഫേമിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഈച്ച് പാർട്ട്ണർ ഇസ് ബോത്ത് ആൻ ഏജൻറ്റ് ആൻഡ് ദ പ്രിൻസിപ്പൽ ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. ഈച്ച് പാർട്ട്ണർ ക്യാൻ ബൈൻഡ് അതർ പാർട്ട്നേഴ്സ് ബൈ ഹിസ് ആക്ട്സ്. ഓരോ പാർട്ട്ണറും ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ബാക്കിയുള്ള പാർട്ട്നേഴ്സും ഉത്തരവാദികളായി മാറുന്നു. ഓരോ പാർട്ട്ണറും ചെയ്യുന്ന പ്രവൃത്തികൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെയും ബാധിക്കുന്നു. ആൻഡ് ഹീ ക്യാൻ ബി ബൗണ്ട് ബൈ ദ ആക്ട്സ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം അതിലേക്ക് വരുന്നു, ഓരോ പാർട്ട്ണറിലേക്കും വരുന്നു. അതാണ് മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ്. ഓക്കെ, വീണ്ടും നമ്മൾ ആ ഡെഫിനേഷനിൽ മറ്റൊരു ഭാഗം കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെയർ ദ പ്രോഫിറ്റ്. അതാണ് ഇവിടെ 5ാമത്തെ സവിശേഷത, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് ദ ബിസിനസ് മസ്റ്റ് ബി ഷെയർഡ് ബൈ ഓൾ ദ പാർട്ട്നേഴ്സ് ആസ് പെർ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോഫിറ്റിൽ അവകാശമുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ലാഭം എല്ലാ പാർട്ട്നേഴ്സും പങ്കിട്ടെടുക്കണം. അത് തുല്യമായിട്ട് വേണം എന്ന് നിർബന്ധമില്ല, പക്ഷേ അതാർക്ക് തീരുമാനിക്കാം? പാർട്ട്നേഴ്സിന് അവരുടെ എഗ്രിമെൻ്റ് പ്രകാരം തീരുമാനിക്കാം, തുല്യമായിട്ട് വീതിക്കണോ അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും റേഷ്യോയിൽ വീതിക്കണോ എന്ന് അവർക്ക് തീരുമാനമെടുക്കാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, എല്ലാ പാർട്ട്നേഴ്സും ആ പ്രോഫിറ്റ് ഷെയർ ചെയ്തിരിക്കണം. അത് ലോസാണെങ്കിലും ഷെയർ ചെയ്തിരിക്കണം. പ്രോഫിറ്റും ലോസും എല്ലാ പാർട്ട്നേഴ്സും ഷെയർ ചെയ്യണം. അതാണ് 5ാമത്തെ സവിശേഷത. 6ാമത്തെ പ്രത്യേകത ഡെഫിനേഷനിൽ പറയാത്തതാണ്. അത് പാർട്ട്ണർഷിപ്പിൻ്റെ അംഗങ്ങളായ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റിയെ പറ്റിയാണ്. ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ലയബിലിറ്റിയെ പറ്റി പറയുമ്പോൾ 3 വാക്കുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 1 അൺലിമിറ്റഡ്, 2 ജോയിൻറ്റ്, 3 സെവറൽ. അൺലിമിറ്റഡ്, ജോയിൻറ്റ്, സെവറൽ. അതായത് ഓരോ പാർട്ട്ണറുടെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഫേമിൻ്റെ കടങ്ങൾ വീട്ടാൻ ഫേമിൻ്റെ അസറ്റ് തികയാതെ വന്നാൽ പാർട്ട്നേഴ്സിൻ്റെ സ്വന്തം സ്വത്ത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരാം. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ അർത്ഥം. ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്, വിച്ച് മീൻസ് ഈവൻ ഹിസ് പേഴ്സണൽ അസറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പേയിങ് ഓഫ് ദ ഡെറ്റ്സ് ഓഫ് ദ ഫേം. ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ കടങ്ങൾ, ഫേമിൻ്റെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി പാർട്ട്നേഴ്സിൻ്റെ വ്യക്തിപരമായ അസറ്റും വിൽക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. വീണ്ടും നമ്മൾ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു ആ ലയബിലിറ്റിയുടെ പ്രത്യേകതയായിട്ട്. ജോയിൻ്റ് ആൻഡ് സെവറൽ. ഫേമിനുണ്ടാവുന്ന കടങ്ങൾ വീട്ടാനുള്ള ഉത്തരവാദിത്വം എല്ലാ പാർട്ട്നേഴ്സും കൂടെ ചേർന്നാണ്, ജോയിൻ്റാണ്. അതോടൊപ്പം ഓരോ പാർട്ട്ണറും വെവ്വേറെയും ബാധ്യതയുണ്ട്. ഇനി ബാക്കി പാർട്ട്നേഴ്സിന് സാധിക്കാതെ വന്നാൽ, ഉദാഹരണത്തിന് ആൻ്റണി, ബഷീർ, ചന്ദ്രൻ. ഈ ആൻ്റണിക്കും ബഷീറിനും ഈ ഫേമിൻ്റെ കടങ്ങൾ വീട്ടാനുള്ള സ്വത്തില്ലാതെ വന്നാൽ ആ കടങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് വീട്ടാനുള്ള ഉത്തരവാദിത്വം ആർക്ക് വരും? ആർക്കുണ്ട്? ചന്ദ്രന് തന്നെയുണ്ട്. കാരണം എന്താണ്? അയാളുടെ ലയബിലിറ്റി സെവറലാണ്, അയാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ 6 ഫീച്ചേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ് 6 ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് സ്ക്രീനിൽ നോക്കിയാൽ ബ്രാക്കറ്റിൽ 6 അക്ഷരങ്ങൾ കാണാം. TAB, MSL, TAB,
MS ധോണിയല്ല, MSL, ടാബ് MSL. എന്താണ്? T, 2 or more persons. A, agreement. B, business. M, mutual agency. S, sharing of profit. L, liability. അപ്പം അങ്ങനെ ടാബ് MSL എന്ന വാക്ക് ഓർത്തിരുന്നാൽ മതി 6 ഫീച്ചേഴ്സുമായി. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ പറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിന് മറ്റൊരു പേരുണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നതിന് മുമ്പ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് 2 രീതിയിലാവാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകിൽ വാക്കാലുള്ള കരാർ, ഓറൽ എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുന്ന കരാർ, റിട്ടൺ എഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കരാർ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ, റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. The document which contains the written agreement between the partners is called partnership deed or articles of partnership. ഇനി ആ ഡീഡിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? പാർട്ട്ണർഷിപ്പിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അടങ്ങിയിരിക്കും. It contains the details of all aspects of partnership. പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ വശങ്ങളെയും എല്ലാ കാര്യങ്ങളെയും പറ്റി ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവാം. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണപ്പെടുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഒരു എഗ്രിമെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരുണ്ടാവും, അല്ലേ? അതുപോലെ ആ ബിസിനസ്സിൻ്റെ പർപ്പസ് ഉണ്ടാവും, സ്ഥലമുണ്ടാവും, അല്ലേ? ഓരോരുത്തരും കൊണ്ടുവന്ന ക്യാപിറ്റൽ ഉണ്ടാവും. അങ്ങനെയുള്ള വിവിധ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ടാവും, അല്ലേ? പ്രധാനപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യനായിട്ട് വരാം. എന്താണ് കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് യൂഷ്വലി കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. സാധാരണഗതിയിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അടങ്ങാം. എല്ലാ പാർട്ട്ണർഷിപ്പ് ഡീഡിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല, പക്ഷെ പൊതുവെ ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടൻസ് ആയിട്ട് വരിക. ഒന്ന്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ്സ് മെയിൻ ബിസിനസ്. ഫേമിൻ്റെ പേരും അഡ്രസ്സും അതിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ്സും, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളത്. നെയിം ആൻഡ് അഡ്രസ്സസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരുടെയും പേരും വിലാസവും. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണറും കൊണ്ടുവന്ന ക്യാപിറ്റൽ. ദ അക്കൗണ്ടിങ് പീരീഡ് ഓഫ് ദ ഫേം. അക്കൗണ്ടിങ് പീരീഡ് എങ്ങനെയായിരിക്കും? ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമോ അതോ April 1 തൊട്ട് March 31 വരെയാണ്? അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ആ ഫേം ആരംഭിച്ച ഡേറ്റ്. ദെൻ റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആരുടെ പേരിലാണ്? ആരാണത് അതിനകത്ത് പണം എടുക്കേണ്ടത്? പണം ഇടാനുള്ള ഉത്തരവാദിത്തമാർക്കാണ്? പണം എടുക്കാനുള്ള ഉത്തരവാദിത്തമാർക്കാണ്? അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യും? അതിൻ്റെ റേഷ്യോ, അനുപാതം, ഏത് റേഷ്യോയിൽ അത് ഷെയർ ചെയ്യും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോയിങ്സ് എറ്റ്സെട്ര. ലോണ്, ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന പലിശ. ഓക്കെ, അതിൻ്റെ റേറ്റ് എത്രയാണ്? ദെൻ മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ഇഫ് എനി. ഇതാണ് മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണക്ക് പരിശോധനയാണ്, അക്കൗണ്ട്സ് പരിശോധിക്കുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്ററെ പുറമേ നിന്ന് വെക്കുന്നുണ്ടെങ്കിൽ കണക്ക് പരിശോധിക്കാൻ വേണ്ടി എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം. സാലറീസ്, കമ്മീഷൻസ് എറ്റ്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറിയോ കമ്മീഷനോ അതുപോലെ മറ്റെന്തെങ്കിലും പ്രതിഫലമോ ഫേമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ. ദെൻ
ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണറുടെയും അധികാരങ്ങളും അവകാശങ്ങളും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അല്ലേ. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് അറൈസിങ് ഔട്ട് ഓഫ് ഇൻസോൾവൻസി ഓഫ് വൺ ഓർ മോർ പാർട്ട്നേഴ്സ്. ഇതാണ് അഥവാ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയി പോയാൽ, പാപ്പരായിട്ട് മാറുകയാണെങ്കിൽ, സ്വന്തം പേരിൽ സ്വത്തില്ലാത്തയാളായി മാറുകയാണെങ്കിൽ, അതുമൂലം ഫേമിന് ലോസ് ഉണ്ടാവുകയും ചെയ്താൽ ആ ലോസ് എങ്ങനെ ഷെയർ ചെയ്യും എന്നുള്ള കാര്യത്തെപ്പറ്റി പറയണം. ദെൻ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫേം ഡിസോൾവ് ചെയ്യുന്നു, ഫേം പിരിച്ചുവിടുന്നു. ഫേം പിരിച്ചുവിടുന്ന സമയത്ത് ആ അസറ്റ്സ്, അസറ്റ്സൊക്കെ വിറ്റ് എന്ത് ചെയ്യണം, ആ ലയബിലിറ്റീസൊക്കെ വിറ്റ് അതെങ്ങനെ സെറ്റിൽ ചെയ്യും, അക്കൗണ്ടുകളൊക്കെ എങ്ങനെ സെറ്റിൽ ചെയ്യും, കണക്കുകളൊക്കെ എങ്ങനെ തീർക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി പറയാം. ദെൻ മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് അമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിൽ തർക്കങ്ങളുണ്ടായാൽ ആരുടെ അടുത്ത് പോകണം, എങ്ങനെ പരിഹരിക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഉൾപ്പെടാം. റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദ കേസ് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതായത് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള റൂൾസ്. എനി അതർ മാറ്റർ റിലേറ്റിംഗ് ടു ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് ഒരു 7-8 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. സാധാരണ ഒരു ചോദ്യം തിയറി ക്വസ്റ്റ്യനായിട്ട് വരാം. ഓക്കെ, കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ കണ്ടൻസും എല്ലാ പാർട്ട്ണർഷിപ്പ് ഡീഡിലും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ എല്ലാ കണ്ടൻസും എല്ലാ പാർട്ട്ണർഷിപ്പ് ഡീഡിലും ഇല്ലെങ്കിൽ തർക്കങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ഉദാഹരണം, സാലറിയെപ്പറ്റി, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട സാലറിയെപ്പറ്റി, അല്ലെങ്കിൽ കമ്മീഷനെ പറ്റി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ കാണുന്ന റൂൾസ് ബാധകമാകുക. അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ആൻ്റണി, ബഷീർ, ചന്ദ്രൻ 3 പേരുള്ള പാർട്ട്ണർഷിപ്പിൽ അവർക്ക് വ്യക്തമായ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഇല്ല എന്ന് വിചാരിക്കുക. അവർ തമ്മിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ അവർ പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചു. അപ്പോൾ അവർ തമ്മിൽ വ്യക്തമായ എഗ്രിമെൻ്റ് ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൻ്റണി പറയുകയാണ്, എനിക്ക് കൂടുതൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് വേണം, കാരണം ഞാനാണ് ഈ ഫേമിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നത്. അല്ലെങ്കിൽ ചന്ദ്രൻ പറയുകയാണ്, എനിക്ക് ഒരു 15% ഇൻട്രസ്റ്റ് ക്യാപിറ്റലിൽ കിട്ടണം, ക്യാപിറ്റലിന് പലിശ കിട്ടണം, 15% വേണം. അതല്ലെങ്കിൽ ബഷീർ പറയുകയാണ്, ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാലറി വേണം, അല്ലെങ്കിൽ കമ്മീഷൻ വേണം. അപ്പം ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. പ്രൊവിഷൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓർ സൈലൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആയിരിക്കുകയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതിരിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യണം? ആ സാഹചര്യം വന്നാൽ ബാധകമാകുന്ന പ്രൊവിഷൻസാണ് പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസാണ്. 5 കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 1, പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം. 2, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ വേണ്ടയോ. 3, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണോ വേണ്ടയോ. 4, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പാർട്ട്നേഴ്സിന് പലിശ കൊടുക്കണോ, ലോണിൻ്റെ പലിശ കൊടുക്കണോ വേണ്ടയോ. 5, പാർട്ട്നേഴ്സിന് പ്രതിഫലമായി സാലറിയോ കമ്മീഷനോ കൊടുക്കണോ വേണ്ടയോ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തർക്കമുണ്ടായാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കും, അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ബാധകമാകും? ഈ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് ബാധകമാകും. ഇനി അഥവാ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധകമാകും. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് പ്രൊവിഷൻസിൻ്റെ മീനിങ്. പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓർ സൈലൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. 1, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ആൻ്റണി എന്താണ് ചോദിച്ചത്?
ഒന്നാമത്തെ പാർട്ട്ണർ ചോദിച്ചത് കൂടുതൽ പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണം അയാൾ ആവശ്യപ്പെട്ടു അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് നമ്മൾ നോക്കി. പ്രൊവിഷൻ നോക്കുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് അബൌട്ട് ദ പ്രോഫിറ്റ് sharing ratio, the profits and losses of the firm should be shared equally by all the partners irrespective of their capital contribution. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും തുല്യമായി പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. അത് എത്ര കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നയാളാണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സിനും ഒരേ ഷെയറാണ് കിട്ടുന്നത്. കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നയാൾക്ക് കൂടുതൽ കൊടുക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും തുല്യമായി ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആന്റണിയുടെ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അയാൾക്കും തുല്യ ഷെയറേ കിട്ടുകയുള്ളൂ. 2, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അതാണ് രണ്ടാമത്തെ പാർട്ട്ണർ ചന്ദ്രൻ ചോദിച്ചത്. അയാൾക്ക് 15% പലിശ വേണം അല്ലേ. അയാൾക്ക് പലിശ വേണം ക്യാപിറ്റലിന്. അത് അനുവദിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. സോ സെക്കൻഡ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് പേയബിൾ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് ഓൺ ദാറ്റ് ഇഷ്യൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചന്ദ്രന് പലിശ കിട്ടുമോ? ഇല്ല, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടില്ല. മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ആരാർക്ക് കൊടുക്കുന്നതാണ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ പണം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഫേമിൻ്റെ പണമോ ഗുഡ്സോ പാർട്ട്ണർ എടുക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പലിശ പാർട്ട്ണർ ആർക്ക് കൊടുക്കണം? ഫേമിന് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണോ വേണ്ടയോ? എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ റൂൾ ഇതാണ്: no interest is charged on the drawings made by the partners if there is no mention in the deed. പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കാൻ പാടില്ല. അത് ഫേമിനൊരു വരുമാനമാണ്, പക്ഷേ അത് ഈടാക്കാൻ പാടില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതായത് പാർട്ട്ണർ ഫേമിന് ക്യാപിറ്റലിന് പുറമെ ഒരു ലോണും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. പാർട്ട്ണർ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫേമിന് ഒരു ലോൺ കൊടുത്തു, അതിന് പലിശ കൊടുക്കണോ വേണ്ടയോ എന്നാണ് അടുത്ത ചോദ്യം. വായിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇഫ് എനി പാർട്ട്ണർ ഹാസ് അഡ്വാൻസ്ഡ് ലോൺ ടു ദ ഫേം, he shall be entitled to get an interest at the rate of 6% per annum. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫേമിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 6% ഒരു വർഷം 6% പലിശ കിട്ടാനുള്ള അർഹതയുണ്ട്. ഓക്കെ, കൂടുതൽ പലിശ വേണമെങ്കിൽ എവിടെ പറയണം? എഗ്രിമെൻറ്റിൽ പറയണം. എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ശതമാനം പലിശ കിട്ടാനുള്ള അർഹതയുണ്ട്? അയാൾക്ക് 6% പലിശ കൊടുക്കാനുള്ള ബാധ്യത ഫേമിനുണ്ട്. ഓക്കെ, 5ാമത്തെ കാര്യം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പ്രതിഫലം, റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ നമ്മുടെ ബഷീർ ചോദിച്ചു, അയാൾ കൂടുതൽ ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് സാലറിയോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഫലം വേണമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. സോ 5ാമത്തെ റൂൾ, റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സ്. നോ സാലറി ഓർ other remuneration is payable to partners if the partnership deed is silent. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ 5 കാര്യങ്ങളും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 5 പോയിന്റിൽ ഓരോ വാക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓർത്തിരുന്നാൽ മതി. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഈക്വലി. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ്, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ ഇൻട്രസ്റ്റ്, അത് ഈടാക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അവിടെ നോ അല്ല, അവിടെ യെസ്. ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കണം അല്ലേ. അത് മാത്രമാണ് ഈ കൊടുക്കണമെന്ന് പറഞ്ഞ് റേറ്റും പറഞ്ഞിട്ടുണ്ട്, 6% per annum. വീണ്ടും റെമ്യൂണറേഷൻ, നോ. റെമ്യൂണറേഷൻ ഇസ് പേയബിൾ, സാലറിയോ കമ്മീഷനോ അങ്ങനെയുള്ള യാതൊരു പ്രതിഫലമോ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്തരം പ്രൊവിഷൻസ് ബാധകമാകുന്നത് എപ്പോഴാണ്? പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ്. ഇത്തരം
പ്രൊവിഷൻസിനെ പറ്റി നേരിട്ട് ചോദ്യം വരാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാം. നേരിട്ട് ചോദ്യം വന്നാൽ വാട്ട് ആർ ദ പ്രൊവിഷൻസ്, അങ്ങനെ ഈ പ്രൊവിഷൻസ് എഴുതിയാൽ മതി. ഇനി അതല്ലാതെയും ചോദ്യം വരാം. അതായത് 2-3 പേര് ചേർന്ന് പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചു, അതിലൊരാൾ അയാൾക്ക് കൂടുതൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് വേണമെന്ന് പറയുന്നു, വേറൊരാൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞു, മൂന്നാമതൊരാൾ സാലറി വേണമെന്ന് പറഞ്ഞു. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഉത്തരം എഴുതുകയും ചെയ്യണം. അവരുടെ അവകാശം തെറ്റാണ്, കാരണം അവിടെ പ്രോഫിറ്റ് ഈക്വലായിട്ട് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, സാലറിക്ക് കമ്മീഷൻ തുടങ്ങിയ പ്രതിഫലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ മറ്റ് 2 പ്രൊവിഷൻസ് കാണുന്നുണ്ട്. അത് ഇതുപോലെയുള്ള അക്കൗണ്ടിങ്ങുമായി ബന്ധമുള്ളതല്ല, എങ്കിലും മനസ്സിലാക്കിയിരിക്കുക. അതിലൊന്നാമത്തത്, ഇഫ് എ പാർട്ട്ണർ ഡിറൈവ്സ് എനി പ്രോഫിറ്റ് ഔട്ട് ഓഫ് എനി ട്രാൻസാക്ഷൻ of the firm, it should be paid to the firm. It should be paid to the firm. അതൊരു പാർട്ട്ണർ ഫേമിൻ്റെ എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലാഭം ആർക്ക് കൊടുക്കണം? ഫേമിന് കൊടുക്കണം. ഉദാഹരണത്തിന് ഒരു പാർട്ട്ണർ എന്ത് ചെയ്യുന്നു, ഒരു റോ മെറ്റീരിയൽസ് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് അയാൾക്കൊരു കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്മീഷൻ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഉണ്ടാക്കിയൊരു ലാഭമാണ്, അത് ആർക്ക് കൊടുക്കണം? ഫേമിന് കൊടുക്കുകയും അങ്ങനെ എല്ലാവരും അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഉദാഹരണം. രണ്ടാമത്തെ പ്രൊവിഷൻ, ഇഫ് എ പാർട്ട്ണർ ക്യാരീസ് ഓൺ എ ബിസിനസ് ഓഫ് ദ സെയിം നേച്ചർ ആസ് ആൻഡ് കോമ്പീറ്റിംഗ് വിത്ത് ദ ഫേം, ഇറ്റ്സ് പ്രോഫിറ്റ് ഷുഡ് ബി പെയ്ഡ് ടു ദ ഫേം. ഇനി ഈ പാർട്ട്നേഴ്സിൽ ഒരാൾ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അതേ തരം ബിസിനസ് നടത്തുകയും ആ ഫേമുമായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ എക്സാമ്പിളിലെ ആൻ്റണി, ബഷീർ, ചന്ദ്രൻ 3 പേരും കൂടി ചേർന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ആരംഭിച്ചത്. അതിലെ പാർട്ട്ണറായ ചന്ദ്രൻ, അദ്ദേഹത്തിന് സ്വന്തമായൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അപ്പോൾ ഒരേ നേച്ചറുള്ള ഷോപ്പ് ബിസിനസ്, അപ്പോൾ ഇതുമായിട്ടത് മത്സരിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആ ചന്ദ്രൻ്റെ ഷോപ്പിൽ നിന്നുള്ള ലാഭവും കൂടി ആര് ഷെയർ ചെയ്യണം? ഫേമിലേക്ക് കൊണ്ടുവരികയും എല്ലാവരും ഷെയർ ചെയ്യുകയും വേണം. ഇതൊക്കെയാണ് മറ്റ് പ്രൊവിഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ മീനിങ്, ദെൻ ഫീച്ചേഴ്സ് ഓർത്തിരിക്കാൻ, TAB MSL, ടാബ് MSL, ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ മീനിങ്, കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിൻ്റെ ഉള്ളടക്കം, ദെൻ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ വെൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇസ് സൈലൻറ്റ്. 5 കാര്യങ്ങളെ പറ്റി ഉള്ള റൂൾസ് അല്ലേ, പിന്നെ 1-2 പ്രൊവിഷൻസ്. ഓക്കെ.